ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ നിർത്താൻ പോവുകയാണോ? ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. ഒരു വീട്ടമ്മ അവർ കുക്ക് ചെയ്യുന്നതിൻ്റെ ഓരോ റെസിപ്പികളാണ് ഇട്ടേക്കുന്നത്. പക്ഷെ അവർ പറയുന്നു 1-2 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്, പക്ഷെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല, അതുകൊണ്ട് ചാനൽ ഞാൻ നിർത്തി പോവുകയാണ് എന്ന് പറഞ്ഞു ഒരു വീഡിയോ കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം അത്രമാത്രം അതൊരു പോസ്റ്റായിട്ട് ഇടുന്നെങ്കിൽ അവർക്ക് എത്ര സങ്കടം കൊണ്ടായിരിക്കും. കാരണം അവർക്ക് വ്യൂസ് തീരെ കുറവാണ്. അപ്പം എന്നാണെങ്കിലും മോണിറ്റൈസേഷൻ ആകില്ല. മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ വ്യൂസ് കൂടുതൽ വേണം, വാച്ച് ടൈം കൂടുതൽ വേണം. 4000 വാച്ച് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും കീറാമുട്ടിയാണ് അല്ലേ? എല്ലാവർക്കും കീറാമുട്ടിയ ഒരു കാര്യമാണ്. 1000 സബ്സ്ക്രൈബറൊക്കെ പെട്ടെന്നാകും, പക്ഷേ വാച്ച് ടൈം കിട്ടാൻ ഭയങ്കര പാടാണ്. അതിന് നല്ല വ്യൂസ് കയറിയാൽ മാത്രമേ നമുക്ക് 4000 വാച്ച് ടൈം ആയി കിട്ടുള്ളൂ. പക്ഷെ ചാനൽ നിർത്തേണ്ട കാര്യമില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ പറയുന്നത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ യൂട്യൂബ് നമ്മുടെ ആരുമല്ല, ആണോ? അത് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ കൂടുതൽ വ്യൂസ് അതിലേക്ക് വന്ന് ആ വീഡിയോ കാണുന്ന ഒരു ടൈം വെച്ചിട്ടാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ മറ്റുള്ള വീഡിയോസുകൾ കണ്ട് മനസ്സിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിന് അറിയില്ല നമ്മളാരാ എന്നൊന്നും. അത് കാണുന്ന വ്യക്തികൾ എത്ര നേരം കാണുന്നു, എത്ര പേര് കാണുന്നു അനുസരിച്ചാണ് യൂട്യൂബ് നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർത്തിട്ടിരുന്നത് ഇങ്ങനെ എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊതുവായി പറയുന്ന ഒരു വീഡിയോയും, പിന്നെ പാട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പാട്ടിന്റെ വീഡിയോസും ഇടാം. എന്തെങ്കിലും എഴുതി, പിന്നെ ഈ എഴുത്തൊന്നും ഈ യൂട്യൂബിൽ ഇല്ലെന്ന് എനിക്ക് തോന്നണം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതല്ല. നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ആ റൂട്ടിൽ പോയിട്ട് കാര്യമില്ല. ഇതൊന്ന് മോണിറ്റൈസേഷനൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മുടെ ഒന്ന് റീച്ച് ആയിക്കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് പോകാനേ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഈ കോമഡി വീഡിയോ ഒക്കെ ഇടേണ്ട വരുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. എന്ന് വെച്ചാൽ അതൊരു മോശം കാര്യമെന്നല്ല കേട്ടോ. എൻ്റെ മോശമായിരിക്കും, മറ്റുള്ളവരുടെയൊക്കെ നല്ലതാണ്. ഞാൻ തന്നെ അതിശയപ്പെടും, എന്ത് രസം ഇവരൊക്കെ ചെയ്യുന്ന കാണാൻ ഓർത്തിട്ട് ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അധികമുള്ള ഒരു കഴിവുകളും ഇല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പം അതങ്ങനെ അങ്ങ് പോകുന്നു. അപ്പം എനിക്ക് ആ യൂട്യൂബറോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ മടുത്തിട്ടിട്ട് പോകരുത്. പിന്നെ മോണിറ്റൈസേഷൻ ആകുന്നത് വരെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് യാതൊരു മുതൽ മുടക്കും പാടില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നത് നമ്മൾ പൈസ മുടക്കി ഇത് ഓരോന്ന് ചെയ്യുമ്പോഴാണ്. കാരണം നമുക്ക് ഒന്നും ഇൻകം ഇല്ല, ഭയങ്കരമായിട്ട് ചിലവായി പോകുന്നു. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനാവും. അതിൻ്റെ കാര്യമില്ല. നമുക്ക് പൈസ മുതൽ മുടക്കില്ലാണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ തുടക്കത്തിലേ ചെയ്യുക. അത് കഴിഞ്ഞ് നല്ല റീച്ചൊക്കെ ആയിക്കഴിഞ്ഞ് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ് ഒരുപാട് വ്യൂസ് വരുന്നു. അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നീട്, അതായത് നമുക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചും അങ്ങനെയൊക്കെ. ഇതിപ്പോൾ ഒരു കുക്കറിങ് ഷോ എന്ന് പറയുമ്പം നമ്മൾ ഓർക്കുക അത് വീട്ടിലുണ്ടാക്കുന്ന സാധനമല്ലേന്ന് ഓർക്കും. ഏറ്റവും ആദ്യം ഞാൻ ഒരു മീൻ വറുത്തൽ ആണ് ഞാനിത് തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ വീഡിയോസിൽ. പക്ഷെ മുതലാകില്ല എന്ന് എനിക്ക് അന്നേ മനസ്സിലായി. ഈ മീൻ മേടിക്കും, എണ്ണ മേടിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ അത്രയായെങ്കിൽ പോലും നമ്മളത് ചെയ്ത് കഴിഞ്ഞ് അതൊരു ജോബായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കേണ്ട വരുന്നു. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ സ്പെൻഡായി പോകും. അപ്പം നമ്മൾ ഒരു കാരണവശാലും പൈസ അതിലേക്ക് മുതൽ മുടക്കാതിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനകത്തൊരു മൈക്ക് മേടിച്ചായിരുന്നു, ഒരു സ്റ്റാൻഡ് മേടിച്ചായിരുന്നു. പക്ഷെ മൈക്ക് എനിക്ക് ക്ലിയറായി കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് നോക്കിയിട്ടുമില്ല. സത്യം പറഞ്ഞ പാട്ടൊക്കെ പാടുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഒരു നല്ല മൈക്ക് കിട്ടിയായിരുന്നെങ്കിൽ കുറെ കൂടി ഒരു സൗണ്ട് ഒരു നല്ലോണം കായനയിൽ നിന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ
ഞാൻ 2 പ്രാവശ്യം മൈക്ക് മേടിച്ചു. ആ 2 പ്രാവശ്യവും മൈക്ക് ഫ്ലോപ്പായിപ്പോയി. എനിക്ക് ഇനിയിപ്പം ഇച്ചിരി കൂടുതൽ പൈസ മുടക്കി മേടിക്കാൻ ഉള്ള ആവതും ഇല്ല, എനിക്കതൊട്ട് ഇഷ്ടവുമല്ല. ഇനി ഞാൻ ചെയ്യാം, കുറച്ചുകൂടെ ഇതൊന്ന് മോണിറ്റൈസേഷനൊക്കെ ആയി കിട്ടി കഴിഞ്ഞതിന് ശേഷം മേടിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ മേടിക്കില്ല. അപ്പം അന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറേ പൈസ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കി കഴിയുമ്പം നമുക്ക് ടെൻഷനാകും. നമ്മുടെ വീട്ടുകാർ വഴക്ക് പറയും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക വരുമാനമൊന്നും ഇല്ലെങ്കിൽ അവൾ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വരും. അപ്പോൾ അങ്ങേരാണെങ്കിൽ ഈ കുടുംബമെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പാടായിരിക്കും ഒരു വശത്ത്, അല്ലെങ്കിൽ മക്കള്. പിന്നെ ഇതൊന്നും കൂടാതെയാണ് മോണിറ്റൈസേഷൻ ആകാതെ വരുമ്പോഴുള്ള മറ്റുള്ളവരുടെ പരിഹാസം. നീ ഉണ്ടാക്കിയിട്ട് എന്തായി, ഒന്നും ആയിട്ടില്ലല്ലോ, പോരാത്തതിന് തള്ളേ കിളവി വല്ലയിടത്തും വീട്ടിലിരുന്നു കൂടെ എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ടെൻഷനാവും. പക്ഷേ ഞാൻ പറയണത് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കഴിവുകളെ മാത്രം ഉപയോഗിക്കുക. നിങ്ങളിപ്പോൾ കുക്കറി ഷോ നടത്തുമ്പോൾ ഒരുപാട് ചിലവുള്ള സാധനങ്ങളൊന്നും നടത്താതെ നാടൻ ഭക്ഷണ ശൈലിയിലുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരിക്കലും ചാനൽ നിർത്തി പോകേണ്ട കാര്യമില്ല. ഇതാരുടെയും തറവാട്ട് സ്വത്തല്ല. ഈ ചെയ്യാനുള്ളൊരു മനസ്സ്, നമ്മുടെ കഴിവ്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരിക്കലും ഒരു വേണ്ടാത്തൊരു കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലേ? നമ്മുടെ മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവർ പരിഹസിക്കാത്ത എന്ത് കാര്യങ്ങളും ചെയ്യാം. എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ് ഇതിപ്പോൾ ഈ ചാനൽ നിർത്തി പോകാൻ തുടങ്ങുന്ന എല്ലാവരോടും കൂടി പറയുകയാണ്, നിങ്ങൾ അതിലേക്ക് ഒരുപാട് പൈസ ചിലവാക്കാതെ നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ ഒത്തിരി വെച്ചുകെട്ടില്ലാത്ത സംഭവങ്ങൾ തന്നെയാണ് ഇഷ്ടം. ഒരുപാട് വെച്ചുകെട്ടുള്ളതൊക്കെ അവരങ്ങ് അവോയ്ഡ് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഈ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെയുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൊല്ലത്തിൻ്റെ അധികമാകുന്ന ഓരോ ദിവസവും നമ്മുടെ ആ ദിവസങ്ങളിലെ വാച്ച് ടൈം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ടെൻഷനാണ്. പക്ഷെ നമ്മൾ അതിനെ റിക്കവർ ചെയ്യാനായിട്ട് അതിനേക്കാൾ കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യുക. നമ്മളിത് കുറേ ആയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും, അങ്ങനെ അങ്ങ് ചെയ്തു പോയാൽ മതി. ആരും ചാനലൊന്നും നിർത്തിപ്പോയി നിരാശപ്പെടുകയൊന്നും വേണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ കണ്ടു പഠിക്കുക. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പലരും ഉണ്ട്, നല്ല രീതിയിൽ നമുക്ക് നല്ല ഒരു കാഴ്ചപ്പാട് തരുന്ന വ്യക്തികൾ. അവരെക്കുറിച്ച് പഠിക്കുക. നമുക്ക് നെഗറ്റീവ് പാടില്ല. നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ അവോയ്ഡ് ചെയ്യുക, നെഗറ്റീവ് പറയുന്നവരെ അവോയ്ഡ് ചെയ്യുക. നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ മൈൻഡും സെറ്റാകും, നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും. ശരിയല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കേട്ടോ. എനിക്ക് പാട്ട് പാടിയിടണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് തന്നെ. എന്ന് വെച്ചാൽ അത്ര വലിയ ഗായികയൊന്നുമല്ല ഉള്ളത് വെച്ചിട്ട്. പക്ഷേ അത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ സ്വന്തമായിട്ടിടുമ്പം അതിന് ഒട്ടും തന്നെ വ്യൂസ് വരുന്നില്ല. അതേസമയം മറ്റൊരാളുടെ വോയിസ് എടുത്തിട്ട് കഴിയുമ്പം അതിന് റെക്കമെൻഡേഷൻ ഉണ്ട്. കാരണം ആൾക്കാർക്ക് അതാണ് ആവശ്യം. അപ്പോൾ അവരുടെ അഭിരുചികൾക്കനുസരിച്ച് ഇപ്പോൾ നമ്മളൊരു മോണിറ്റൈസേഷൻ ആകുന്നോടം വരെ നമ്മൾ അങ്ങനെ അങ്ങ് പോവുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്വന്തമായി ഒരു ഇടം നമുക്ക് കണ്ടെത്താം. ഒരിക്കലും യൂട്യൂബ് വിട്ടേച്ച് പോകരുത്. യൂട്യൂബിൻ്റെ അകത്തുനിന്ന് വരുമാനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കൊക്കെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആകുന്നതാണ്. എനിക്കിപ്പം ഏകദേശം ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ലാണ്ട് പോകുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചും പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ എനിക്കും മറ്റുള്ള ഇങ്ങനെയുള്ള ടെക് വീഡിയോസ് കണ്ടിട്ടാണ് ഞാനിതെല്ലാം മനസ്സിലാക്കിയത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങളും അങ്ങനെയുള്ള നമുക്ക് അറിവ് പറഞ്ഞു തരുന്ന വീഡിയോസ് കണ്ട് മുന്നോട്ട് പോവുക. ഒരു കാരണവശാലും ആരും തുടങ്ങി വെച്ചവരാരും ഇത് നിർത്തിപ്പോകണ്ട. ഇതിന് ഇത്രേ പറ്റുള്ളൂ, ഇത്ര ചാനലേ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് അപ്പുറത്തേക്കില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഫലം കിട്ടും. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്സ് കൂടും. നല്ല വീഡിയോസ് ഇട്ടിട്ട് വാച്ച് ടൈമും കിട്ടും. പിന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമെങ്കിലും നിങ്ങൾക്ക് കാണും, ഇല്ലേ?
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലായാലും അല്ലെങ്കിൽ എവിടെയായാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് ചെയ്യാവുന്ന ഒരവസ്ഥയിൽ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലും ഇല്ല. കാരണം ഞാൻ ഇപ്പം പറയുന്നില്ല, പിന്നീട് ഞാൻ പറയാം. ഇതൊരു കരയ്ക്കെത്തിയിട്ട് ഞാൻ പറയാം. കാരണം അത്രയ്ക്ക് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് ഇടുന്നത്. അത് ഇപ്പം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതെന്ന് വെച്ചാൽ മോശമാണെന്നല്ല എങ്കിൽ പോലും ഞാൻ ഇപ്പോഴെന്തായാലും അത് പറയില്ല. എന്തെങ്കിലും ഒരു കാലത്ത് ഇത് മോണിറ്റൈസേഷൻ ആയി കിട്ടിയാൽ അന്ന് ഞാൻ പറയും എന്താണ് ഞാനെന്നും എത്രമാത്രമാണ് ഞാൻ കഷ്ടപ്പെടുന്നതെന്നും. അപ്പം ആ വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അത്ര ഒന്നും ഒരു കഷ്ടപ്പാട് ഒരിക്കലും ഇല്ല വീഡിയോസ് ചെയ്യാനും ഒന്നും. അപ്പം അവരെന്നല്ല ആർക്കും ഒരുപക്ഷെ ആരും കാണിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, അത് എൻ്റെ ആഗ്രഹം. കളിയാക്കാൻ എല്ലാവർക്കും എളുപ്പം, പക്ഷെ ഇങ്ങനെയൊക്കെ തുടങ്ങി വയ്ക്കാനും അല്ലെങ്കിൽ ഓരോന്ന് ചെയ്യാനും അതിനൊരു കഴിവ് വേണ്ടേ? ആ കഴിവില്ലാത്തവരാണ് കളിയാക്കാൻ വരിക. അതുകൊണ്ട് അവർ സ്വയം പരിഹാസ്യരാകുക, അല്ലാതെ നമുക്കൊന്നും പറ്റുന്നില്ല. നമ്മൾ വേണ്ടാത്തതൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ സമൂഹത്തിന് നിരക്കാത്ത യാതൊന്നും ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ആ യൂട്യൂബറോട് ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ചാനൽ നിർത്തരുത്. അവരോട് മാത്രമല്ല, നിരാശപ്പെട്ട ആ പോസ്റ്റിൻ്റെ താഴെ ഒരുപാട് പേര് വന്നിരുന്നു. അവരോടെല്ലാവരോടും പറയുന്നു, ആരും നിരാശപ്പെടരുത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വിജയിക്കാൻ പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വിജയം ഉറപ്പാണ്. ഞാനിതൊന്ന് എഴുതി വെച്ചിട്ട് പറയുന്നതല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഓർത്തെടുത്ത് പറയുന്നതാണ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അച്ചടി ഭാഷയൊന്നും ആയിരിക്കില്ല എൻ്റെ വീഡിയോസ്. ആരും വിഷമിക്കണ്ട, എല്ലാം നന്നായി വരും. എല്ലാവർക്കും നന്മയേ വരുള്ളൂ. അപ്പോൾ സീ യു, അടുത്ത വീഡിയോയിൽ കാണാം.